സീതത്തോടിൻ്റെ സ്വന്തം ദീപ്തിയുടെ കല്യാണം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന പേരിൻ്റെ ആ ഒരു അർത്ഥം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലായത്. അപ്പം ഇപ്പം വിഷയം ദീപ്തിയുടെ കല്യാണമാണ്. അപ്പോൾ ദീപ്തി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന ചാനലിലൂടെ ഇത് അനൗൺസ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. കുറേ പേരൊക്കെ ആ വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എക്സ് ഹസ്ബൻഡിനെ നോക്കാൻ വേണ്ടി വന്ന ആളാണ് കുഞ്ഞാവ എന്ന് ദീപ്തി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒരു മെയിലായിട്ട് ഒരു ബൈസാൻഡർ അവിടെ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ കണ്ണൂരമ്മു പറഞ്ഞു വിട്ടതാണ് ഈ പറയുന്ന കുഞ്ഞാവെ. കുഞ്ഞാവ എന്നൊക്കെ പറയുമ്പം തീരെ കുഞ്ഞു വാവയല്ല, വലിയ വാവയാണ്. എന്തൊക്കെയായാലും അങ്ങനെ ലഹരിക്കടിമയായ ഹസ്ബൻഡിനെ നോക്കാൻ വന്ന കുഞ്ഞാവ പിന്നീട് ദീപ്തിയുടെ ഭാവി വരനായി മാറി എന്നുള്ളതാണ് കഥ. ഈ കുഞ്ഞാവ ദീപ്തിയുടെ വീട്ടിലോട്ട് വരുമ്പോഴൊന്നും ദീപ്തി ഡൈവോഴ്സ് ആയിട്ടില്ല. അത് അനൗൺസ്മെന്റ് ചെയ്തിട്ടുമില്ല. ഈ കുഞ്ഞാവ വന്ന് കുറച്ച് നാളുകൾക്കുള്ളിലാണ് ദീപ്തി ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നത്. അതിന് ദീപ്തി പറയുന്ന കാരണം എക്സ് ഭർത്താവ് ദീപ്തിയെ ഒരുപാട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും ദീപ്തിക്ക് മാത്രമാണ് അതറിയാവുന്നത്. നമ്മൾക്കിത് പറഞ്ഞു കേട്ട ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. എനിവേ, എന്ത് തന്നെയായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനടി പിരിയുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മുൻ ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ തന്നെ ഈ കുഞ്ഞുവാവ അവിടെ ഉണ്ട്. ദീപ്തിയുടെ മുൻ ഭർത്താവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ വെറും 7 ദിവസത്തേക്കാണ് ഈ കുഞ്ഞുവാവ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ ഒരു ദീപ്തിയുടെ മുൻ ഹസ്ബൻഡിനെ നോക്കാനായിട്ട് വന്നത്. ആ വരവ് അവിടെ സ്ഥിരതാമസമായി എന്നുള്ളതാണ്. 7 ദിവസം കഴിഞ്ഞു. ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോൾ കുഞ്ഞുവാവയെ പറഞ്ഞയക്കാൻ ദീപ്തിക്ക് മനസ്സ് വന്നില്ല. ദീപ്തി കുഞ്ഞുവാവയോട് ചോദിക്കുകയാണ്, ഡ്രൈവറായിട്ട് കൂടിക്കൂടെ എന്ന് ചോദിച്ചു. കുഞ്ഞുവാവ അത് കേൾക്കേണ്ട താമസം സമ്മതിച്ചു. ഓക്കെ, ഫൈൻ. അങ്ങനെ ദീപ്തിയുടെ വീട്ടിലേക്ക് കുഞ്ഞുവാവ ഒരു ജോലിക്കാരനായിട്ട് വന്നു. പിന്നീട് കുടുംബാംഗമായി മാറി. ഒരു ജോലിക്കാരനായിട്ട് ഈ കുഞ്ഞുവാവയെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് ദീപ്തി പറയുന്നത്. അങ്ങനെ കുഞ്ഞുവാവ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ദീപ്തി ഡൈവോഴ്സായി. ഭർത്താവിൽ നിന്ന് വിവാഹബന്ധം വേർപെടുത്തിയിട്ട് പിന്നെ കുഞ്ഞുവാവയ്ക്കൊപ്പമായി കറക്കാം. അപ്പോൾ ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു കുഞ്ഞുവാവയെ അങ്ങ് കല്യാണം കഴിച്ചുകൊണ്ട് കൂടെ കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദീപ്തി ടീച്ചർ സമ്മതിച്ചില്ല. പ്രണയമാണെന്ന് സമ്മതിക്കാൻ ദീപ്തി ടീച്ചർക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഇപ്പൊ ദീപ്തി ടീച്ചർ കല്യാണം അവരെപ്പോൾ കണ്ടുമുട്ടി, എങ്ങനെയാണ് കുഞ്ഞുവാവ വീട്ടിലേക്ക് വന്നത് എന്നതിനൊക്കെ പറ്റിയിട്ട് വിശദമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം ഈ ദീപ്തി പറഞ്ഞിട്ടില്ല. അതായത് എപ്പോഴാണ് ഇവർക്കിടയിൽ പ്രണയം മുട്ടിട്ട് തുടങ്ങിയത്. ഇത്രയും പറയാവുന്ന ദീപ്തിക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൂടാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, കുഞ്ഞുവാവയെ വേറെ കല്യാണം കഴിപ്പിക്കും, കുഞ്ഞുവാവയ്ക്ക് വേറെ പെണ്ണ് കെട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് നടന്ന് അപ്പം എല്ലാവരും നിന്നും ഒളിച്ചു വെച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കാഴ്ചക്കാരിൽ നിന്ന് ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ദീപ്തിയുടെ നാടകം അസലായിരുന്നു. കാരണം കുഞ്ഞുവാവയോട് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട് കുഞ്ഞുവാവയെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടിക്കോ എന്ന് പറയുമ്പോഴും ദീപ്തി പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയൊന്നുമില്ല, കുഞ്ഞുവാവയെ വേറൊരു കല്യാണം കഴിപ്പിക്കും എന്നൊക്കെയാണ് ദീപ്തി ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾറെഡി അവർക്കിടയിൽ പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ ദീപ്തി തുറന്ന് സമ്മതിച്ചിരുന്നില്ല. തുറന്ന് സമ്മതിക്കാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങൾ ഇതിനെ എടുക്കും എന്നുള്ളൊരു ഭയമായിരിക്കാം. കാരണം പിന്നെ കുറെ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ദീപ്തിയോട് ഇവനെ കല്യാണം കഴിക്കൂ, കുഞ്ഞുവാവയെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് കുറേ കമന്റുകൾ ഇങ്ങനെ ഇടുമായിരുന്നു. ഇവരുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ജനങ്ങളെ നിങ്ങൾക്ക് അറിയില്ലേ, ഇവർക്കിടയിൽ എന്തോ ഒരു സംതിങ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവർക്കിടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓൾറെഡി അവർ പ്രണയത്തിലായിരുന്നു, ഇപ്പോൾ അത് കല്യാണത്തിലേക്ക് എത്തി. ഫൈൻ, എന്ത് തന്നെയായാലും ദീപ്തിക്ക് ഒരു കല്യാണം ആവശ്യമാണ്. ചെറിയ പ്രായമാണ്, ജീവിതം ഇനിയും തീർന്നു പോയിട്ടില്ല. അപ്പം എന്തുകൊണ്ടായാലും ഒരു തുണ ദീപ്തിക്ക് ആവശ്യമുണ്ട്. ഫൈൻ. പക്ഷെ ഞാൻ പ്രതികരിക്കുന്നത് ഇതിനൊന്നുമല്ല. ഇവിടെ ദീപ്തിയുടെ പ്രണയം മറച്ചു വെച്ചിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത്. എല്ലാ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുന്ന ദീപ്തി സ്വന്തം കഥ വന്നപ്പോൾ അവരുടെ പ്രണയം മാത്രം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കി എന്നേ ഞാൻ പറയുള്ളൂ. സ്വന്തം വീട്ടിൽ കുഞ്ഞുവാവയെ ജോലിക്കാരനാണെന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ട് അവനെ പ്രണയിച്ച് കറങ്ങി നടക്കുകയായിരുന്നു ദീപ്തി. പിന്നെ ഈ കുഞ്ഞുവാവ ഒരുപാട് സൈലന്റ് ആയിരുന്ന കാരണം ജനങ്ങൾ പയ്യെ കുഞ്ഞുവാവയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് സത്യം. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് നെഗറ്റീവ് കമന്റുകൾ ഈ ഒരു കാര്യത്തിൽ വരാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സാമൂഹികമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആദിവാസി കുടുംബങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ദീപ്തിക്ക് ഇതുവരെയുള്ള ഇത്രയും കളികളിൽ നെഗറ്റീവ് കമന്റുകൾ വരാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ദീപ്തിയുടെ കാഴ്ചക്കാർ ഇത് അവർക്കൊരു ആവശ്യമാണ് എന്ന് കരുതി തന്നെ പച്ചക്കൊടി കാണിക്കുകയാണ് ഉണ്ടായത്.
അതുകൊണ്ട് ദീപ്തി ടീച്ചർക്ക് തൽക്കാലം ആശ്വസിക്കാം. കാരണം പ്രണയം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് കള്ളം പറയുമ്പോഴും എവിടേക്കോ ടീച്ചർക്കിടെ പ്രണയം പുറത്തേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച നമുക്ക് വീഡിയോയിലൂടെ കാണാൻ കഴിയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന രണ്ടു പേർക്കിടയിൽ പ്രണയം ഉണ്ടാവുക, ഒരുമിച്ച് താമസിക്കാൻ കഴിയുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക, നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷക്കാലം 2-2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ വിവാഹിതരാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും വർഷക്കാലം അവർ ശരിക്കും പറഞ്ഞാൽ പ്രണയം ആസ്വദിക്കുകയായിരുന്നു എന്ന് പറയാം. അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത്. അത് ടീച്ചർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സ്വന്തം കാമുകനൊപ്പം ജീവിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു നമ്മളെ ഒരു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രണയത്തിൻ്റെ രുചി ശരിക്കും മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെച്ചുകൊണ്ട്, പക്ഷെ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത് ടീച്ചറിന് മനസ്സിലായോ എന്തോ. എനിവേ ആ പ്രണയം ഒളിച്ചു വെച്ചുകൊണ്ട് ദീപ്തി ടീച്ചർ ആ പ്രണയം ആവോളം നുകരുകയായിരുന്നു. എനിവേ എന്ത് തന്നെയായാലും ആ പ്രണയം മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കാൻ ദീപ്തി ടീച്ചർ കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏട്ടയ്ക്ക് എപ്പോഴേക്കോ ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ മൂന്നാറിൽ പോയ വീഡിയോ കണ്ടു, വയനാട്ടിൽ പോയ വീഡിയോ കണ്ടു. അപ്പോഴൊക്കെ എനിക്ക് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യം ഇവർ പ്രണയത്തിലാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇവർക്കിടെ ചില വീഡിയോകളിൽ ഇവർ ആഹാരം വായിലേക്ക് വെച്ചു കൊടുക്കുന്നത്, അപ്പോൾ ശരിക്കും തൻ്റേതെന്ന് കരുതുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരത്തിൽ ഭക്ഷണം കൊടുക്കാനും. അവർ മൂന്നാറിൽ പോയപ്പോൾ തന്നെ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ വരുമ്പോൾ ഈ കുഞ്ഞാവ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു ദീപ്തിയുടെ വായിലേക്ക് ഒരു കേക്ക് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഇവർ പ്രണയത്തിലാണ്, ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനോടൊപ്പം മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെക്കുകയും ചെയ്ത ഒരു കള്ളിയാണ് ദീപ്തി എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലും ദീപ്തി സ്വന്തം പ്രേക്ഷകരെ ഇങ്ങനെ പറ്റിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ലാസ്റ്റ് വരെ ദീപ്തി ആ സസ്പെൻസ് നിലനിർത്താൻ ശ്രമിച്ചു. കാരണം വീഡിയോയുടെ മുമ്പിലേക്ക് ഈ ഒരു ആളെ വിളിച്ചു വരുത്തുന്ന ആ ഒരു രീതിയിൽ കുന്നാവ വയനാട്ടിൽ പോയിരിക്കുകയാണ്, ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് മറ്റൊരാളാണ്, അപ്പം അദ്ദേഹം വന്നിട്ടുണ്ട്, വരൂ വരൂ എന്ന് പറഞ്ഞ് വീഡിയോയുടെ മുമ്പിലേക്ക് വിളിച്ചിരുത്തുമ്പോൾ ആ നിമിഷം വരെ ഒരു സസ്പെൻസ് നിലനിർത്താൻ ദീപ്തി അവിടെ ശ്രമിച്ചിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സസ്പെൻസ് ഇടുന്നത് കാഴ്ചക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയാണ്. ഇതാരാണ് എന്നറിയാനുള്ള ആകാംക്ഷ കാണുന്നവർക്കുണ്ടാവും. അപ്പോൾ അതിലൊരു പരിധി വരെ ഈ ദീപ്തി വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ എന്ത് തന്നെയായാലും ജനുവരിയിൽ കല്യാണമാണെന്ന് പറയുന്നു. എന്തായാലും ദീപ്തിക്ക് ഭാവിയിലേക്ക് ഒരു കൂട്ടാവശ്യമുണ്ട്. ഈ കുന്നുവാവ എന്ന് പറയുന്ന മനുഷ്യൻ ദീപ്തിക്ക് ജീവിതകാലം മുഴുവൻ ഒരു കൂട്ടാവട്ടെ. ഇവരൊരുമിച്ച് ഒരുപാട് വർഷങ്ങളോളം മുന്നോട്ട് ജീവിക്കട്ടെ. പ്രേക്ഷകരെ കല്യാണം വിളിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കണ്ണൂർ വെച്ചാണ് കല്യാണം എന്ന് പറയുന്നു. എന്ത് തന്നെയായാലും ഇവരൊരുമിച്ച് ഒരുപാട് കാലം ഒരുപാട് വർഷം മുന്നോട്ട് ജീവിക്കട്ടെ. നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ എന്നാശംസിക്കുന്നു.